ഇസ്ലാം എന്ന വാക്കിനർത്ഥം സമാധാനം എന്നാണ്. ആ സമാധാനം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഇന്ന് ലോകത്തോട് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് അഹമ്മദീയ മുസ്ലിം വിഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ വളരെ കുറച്ചേ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ പല രീതിയിലും, പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ഇങ്ങനെയൊക്കെ വേട്ടയാടപ്പെടാനുള്ള കാരണം ഈ സമാധാനത്തിനെ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടാണ്. അഹമ്മദിയ എന്ന് പറയുന്ന പ്രസ്ഥാനം ശരിക്കും എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമാകുന്നത് 1889 ഇന്ത്യയിലെ പഞ്ചാബിലെ കാദിയാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകരുടെ പേര് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് കാദിയാനി എന്നുള്ളതാണ്. അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപന ഉദ്ദേശം, അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ പറഞ്ഞിട്ടുള്ളത്, പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളെക്കുറിച്ചൊരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ഒരു കാലം വരും മുസ്ലിങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും, വിശുദ്ധ ഖുർആൻ്റെ പാഠങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ആ സമയത്ത് അവരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഒരു പരിഷ്കർത്താവ് ആവിർഭവിക്കും. അദ്ദേഹത്തെ മസീഹ് മഹദി എന്ന പേരിലൊക്കെയാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അധപ്പതിക്കുകയും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് വഴികേടിലാവുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത സമയത്ത്, അത് മുസ്ലിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ആ സമയത്ത് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ദൈവത്താൽ മുഹമ്മദ് നബിയുടെ പ്രവചനം അനുസരിച്ചുകൊണ്ട് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകരുടെ വാദം എന്ന് പറയുന്നത്. അദ്ദേഹം അപ്പോൾ ആ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജിഹാദിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ മതപ്രചാരണത്തിനു വേണ്ടി ആയുധം വിനിയോഗിക്കുക, ഇതിനെയൊക്കെ തന്നെ ഇതിനെ എതിർക്കുന്നു. അതേപോലെ തന്നെ അത് ഇസ്ലാമികമല്ല, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മാതൃകയോ പാഠമോ അല്ല എന്ന് അഹമ്മദിയ ജമാഅത്ത് പറയുന്നു. അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ, ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാർ അവതീർണരായിട്ടുണ്ട്. അതിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും ഒക്കെ ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാരാണ്. കൺഫ്യൂഷ്യസ്, സൊറാഷ്ട്ര മുതലായ പ്രവാചകന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, യേശു ക്രിസ്തു, അബ്രഹാം, മോസസ്, ഇവരൊക്കെ ദൈവത്തിൽ നിന്ന് വന്നവരാണ്. അവരിൽ എല്ലാവരിലും നമ്മൾ വിശ്വസിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അക്രമത്തിനല്ല നൽകേണ്ടത്. പരസ്പരം നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഐക്യപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ ഐക്യപ്പെടാവുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഐക്യപ്പെടണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇസ്ലാമിക സന്ദേശം എന്നുള്ളത്. അപ്പോൾ ഇത്തരം യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ അഹമ്മദിയ ജമാഅത്തിന് നേരിൽ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിനെ എല്ലായിടത്തും കാണാൻ കഴിയുന്നതാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരിലും അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവതാര പുരുഷന്മാരെ എല്ലാം ഗുരുക്കന്മാരായി കണക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന വിയോജിപ്പുകൾ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം. ആ യോജിപ്പുകളും ചേർന്നിട്ടാണ് മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു പാഠം. അപ്പോൾ ഈ ജയ് ശ്രീകൃഷ്ണ, ജയ് ശ്രീരാമ, ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഞങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല എന്ന് അഹമ്മദിയർ പറയുന്നു. തീർച്ചയായിട്ടും. അതായത് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ മനുഷ്യരെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവം. ഇപ്പോൾ ഉദാഹരണത്തിന് വായു, വെള്ളം, അതേപോലെ തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിൽ ഇതെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് ദൈവം എല്ലാവർക്കും നൽകിയത്. ഹിന്ദുവിനും മുസ്ലിമിനും നിരീശ്വരവാദിക്കും എല്ലാം നൽകിയിട്ടുണ്ട്. സൂര്യൻ്റെ പ്രകാശം എല്ലാവർക്കും ഒരേപോലെയാണ്, മഴ എല്ലാവർക്കും ഒരേപോലെയാണ് അപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ദൈവം ഒരിക്കലും തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു നൽകിയിട്ടില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ അർത്ഥത്തിൽ എല്ലാ മനുഷ്യന്
ഭൗതികമായ പുരോഗതി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വളർച്ച മനുഷ്യന് ആവശ്യമുണ്ട്, ഭക്ഷണം കഴിച്ച് വളരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് ഉള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള സാഹചര്യവും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന പ്രവാചകന്മാർ. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ, കൺഫ്യൂഷ്യസ്, ജീസസ്, മോസസ്, അബ്രഹാം മുതലായ എല്ലാ പ്രവാചകന്മാരും. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലും വിശ്വസിക്കുകയും ഈ എല്ലാവരിലും വിശ്വസിക്കുമ്പോൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ നമുക്ക് വെറുക്കാൻ സാധിക്കുകയില്ല. ഈ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയെയും അതേപോലെ തന്നെ ഇന്ത്യയിലെ ജനസമൂഹത്തെയും വെറുക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ മാനവൈക്യത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ എല്ലാ ആളുകളെയും ദൈവത്തിൻ്റെ അവതാര പുരുഷന്മാരായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അഹമ്മദിയ ജമാഅത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ, എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നുള്ളതാണ്. അതായത് സ്നേഹത്തിൻ്റെ അർത്ഥത്തിലാണ് ലോകത്തെ മൊത്തം അഹമ്മദിയ മുസ്ലിങ്ങൾ കാണുന്നത്. അത് ഇതിൻ്റെ അടിസ്ഥാനം തന്നെ. അപ്പോൾ ഖുർആൻ തന്നെയാണ് പിന്തുടരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കാലം വരും, ആ കാലത്ത് മുസ്ലിങ്ങൾ ആ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകും, അതിന് മറ്റൊരു രൂപം നൽകും. അപ്പോൾ അതിന് യഥാർത്ഥ അധ്യാപനം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ സ്ഥാപകരായിട്ടുള്ള മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം എൻ്റെ കവിതയിൽ പറയുന്നുണ്ട്, ഗാലിയാ സുൻകർ ദുആദോ പാക്കെ ദുഃഖ് ആരാമദോ കിബിർ കി ആദത് ജോ ദേഖോ തും ദിക്കാവോ ഇൻകിസാർ. നിങ്ങളെ അസഭ്യം പറയുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഒക്കെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഹങ്കാരത്തോടും അഹംഭാവത്തോടും കൂടി അവർ നിങ്ങളോട് പെരുമാറുന്നുവെങ്കിൽ നിങ്ങൾ വിനയാനിതരായി ജീവിതം കഴിച്ചു കൂട്ടുക. അപ്പോൾ ഈ ഒരു സന്ദേശം, ഇതിലൂടെയാണ് ലോകത്തിൻ്റെ ഹൃദയങ്ങളെ കീഴടക്കാൻ സാധിക്കുക, ഇതിലൂടെയാണ് ശാശ്വതമായ ശാന്തി കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങളെല്ലാം തന്നെ സുന്നി വിഭാഗങ്ങളാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ വകഭേദങ്ങളാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആരാധനാക്രമമൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് നമസ്കാരം? എങ്ങനെയാണ് ഈ പള്ളിയിലെ രീതികൾ? എങ്ങനെയാണ്? അതുകൂടി ഒന്ന്. ആരാധനാ കർമ്മങ്ങൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അതിനെക്കുറിച്ച് ആമുഖമായി പറയാനുള്ള നമ്മൾ ഏതൊരു മുസ്ലിം വിഭാഗങ്ങൾ, നേരത്തെ പറഞ്ഞ സുന്നി വിഭാഗങ്ങൾ തന്നെ പല സെക്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാം തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാവരുടെ ആരാധനാക്രമങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ പൊതുവിൽ പറയുകയാണെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും തന്നെ വ്യത്യാസമില്ല. പക്ഷേ ആ ആചാരാനുഷ്ഠാനങ്ങളെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള അകക്കാമ്പ് എന്താണ്, അതിൻ്റെ ഫിലോസഫി എന്താണ്, ആ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ നമുക്കത് ഒന്നും കാണാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും അതിനോടുള്ള സമീപനം അത് തികച്ചും വ്യത്യാസമാണ്. അതിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ്, അതായത് മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള പുരോഗതി, അതോടൊപ്പം തന്നെ സഹജീവികളോടുള്ള കർത്തവ്യം. അത് അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഉദ്ദേശമാണ് എൻ്റെ നിയോഗ ഉദ്ദേശം. ഒന്ന്, മനുഷ്യനെ ദൈവവുമായി അടുപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, സമസൃഷ്ടികളോട് സേവനം ചെയ്യുക, അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നവരാക്കി മനുഷ്യരെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആരാധനയുടെ ചുരുക്കം എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന വലിയ വ്യത്യാസങ്ങളില്ല ഭൗതികമായി നോക്കിയാൽ, എന്നാൽ ആത്മീയമായി ഒരുപാട് വ്യത്യാസമുണ്ട് താനും. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.